Hi students, today we are discussing some concepts related to groups. Then the first one is a theorem, that is Cayley's theorem. Cayley's theoremത്തിന്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, പ്രൂഫ് ഇല്ല. ദെൻ Cayley's theorem states that every group is isomorphic to a group of permutations. ഏതൊരു ഗ്രൂപ്പും ഒരു ഗ്രൂപ്പ് ഓഫ് പെർമിറ്റേഷൻസിനോട്, നമ്മൾ ഗ്രൂപ്പ് ഓഫ് പെർമിറ്റേഷൻസ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തില്ലേ, ഐസോമോർഫിക് ആയിരിക്കുന്നത്. അതായത് നമ്മൾ പ്രോപ്പർട്ടി പഠിപ്പിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഐസോമോർഫിസം എന്നുള്ള കൺസെപ്റ്റൊക്കെ പഠിക്കുന്നത്. പക്ഷെ നമുക്ക് ഐസോമോർഫിസം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക, ഏതൊരു ഗ്രൂപ്പിനും ഏതോ ഒരു ഗ്രൂപ്പ് ഓഫ് പെർമിറ്റേഷനുമായിട്ട് അതിന് സെയിം പ്രോപ്പർട്ടീസൊക്കെ ഹോൾഡ് ചെയ്യും. അതാണ് എവരി ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു എ ഗ്രൂപ്പ് ഓഫ് പെർമിറ്റേഷൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ. ഒരു ഗ്രൂപ്പ് ഉണ്ട്, ലെറ്റ് ജി ബി എ ഗ്രൂപ്പ്. ദ മാപ്പ് 5 from G to SG. What is SG? The permutation group corresponding to G. നമ്മൾ എസ് എ എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ പറഞ്ഞില്ലേ, ആ സാധനം തന്നെ. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ്. ദ മാപ്പ് 5 from G to SG ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. നമ്മൾ ഫൈ എന്ന് പറയുന്ന ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ദെൻ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി. ജിയിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഫൈ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യും. വേർ ലാംഡ എക്സ് എന്ന് പറയുന്ന is actually a function from G to G defined by lambda x of a equal to xa. ലാംഡ എക്സിൽ എ എന്ന് പറയുന്ന എലമെൻറ്റ് അല്ലെങ്കിൽ ലാംഡ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ ഇമേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എ ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി ഈസ് കോൾഡ് ദ ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ ഓഫ് ജി. ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ദെൻ ജിയിൽ നിന്ന് അതിൻ്റെ പെർമിറ്റേഷൻ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ എസ് ജിയിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ദെൻ ആ ഫൈയെ ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ എന്ന് വിളിക്കണമെങ്കിൽ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ലാംഡ എക്സ് ആണ്. ദെൻ corresponding to all x belongs to G, where lambda x is a function defined by from G to G and is defined by lambda x of a equal to xa for all a belongs to G is called the left regular representation of G. അപ്പോൾ 3 കേസുകൾ, അതായത് ഫൈ ഇസ് എ ഫംഗ്ഷൻ ഫ്രം ജി ടു എസ് ജി. ദെൻ ഫൈ ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ലാംഡ എക്സ് എന്നാണ്. ദെൻ ലാംഡ എക്സ് ഓഫ് എ എന്ന് പറയുന്നത് എന്താ വരുന്നത്, ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എ. ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് ലാംഡ എക്സ് ഓഫ് എ എന്ന് പറയുമ്പോൾ എക്സ് ലെഫ്റ്റ് സൈഡ് വരും, എക്സ് എ. ഓക്കെ, ദെൻ ആ ഒരു ഇമേജ് അതൊരു ഓർത്ത് വയ്ക്കാം. ദെൻ ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റ് റെഗുലർ റെപ്രസെൻറ്റേഷനും ഉണ്ട്. റൈറ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ലെറ്റ് ജി ബി എ ഗ്രൂപ്പ്. ദ മാപ്പ് നമ്മൾ നേരത്തെ ഫൈ ഡിഫൈൻ ചെയ്ത പോലെ ഇവിടെ സൈ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. സൈ ഫ്രം ജി ടു എസ് ജി ഡിഫൈൻഡ് ബൈ നമ്മളവിടെ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നായിരുന്നു ഡിഫൈൻ ചെയ്യുന്നത്. ഹിയർ വി ഹാവ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു റോ എക്സ് ഇൻവേഴ്സ്. എക്സിൻ്റെ ഇൻവേഴ്സ് വെച്ചിട്ടാണ് വരിക. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി വെയർ റോ എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഈസ് എ ഫംഗ്ഷൻ ഫ്രം ജി ടു ജി ഡിഫൈൻഡ് ബൈ റോ എക്സ് ഓഫ് എ ഈക്വൽ ടു എ എക്സ് for all a belongs to G is called the right regular representation of G. അപ്പം റോ ഓഫ് എക്സ് ഇൻവേഴ്സ് വരുമ്പോഴത്തേക്ക് എന്ത് വരും, എ എക്സ് ഇൻവേഴ്സ് എന്നുള്ള ടൈമിലേക്ക് വരും. അപ്പം നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കുമ്പോഴാണെങ്കിലും പലപ്പോഴും ചോദിച്ച് കാണാറുള്ളത് ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ ആണ്. ഡെഫിനേഷൻസ് ചോദിക്കുക കേട്ടോ. അപ്പം റൈറ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ സൈ ഫ്രം ജി ടു എസ് ജി ഡിഫൈൻഡ് ബൈ സൈ ഓഫ് എക്സ് ഈക്വൽ ടു റോ എക്സ് ഇൻവേഴ്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി വെയർ റോ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ജി ടു G defined by rho x of a equal to ax for all a belongs to G is called the right regular representation. നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ലാംഡ എക്സിൻ്റെ കേസിൽ എക്സ് എ ആയിരുന്നു വരുന്നത് അല്ലേ, ഇവിടെ വരുമ്പോൾ എ എക്സ് വരുന്നു. ദെൻ ഫൈ ഓഫ് എക്സ് കാണുമ്പോഴത്തേക്ക് സൈ ഓഫ് എക്സ് കാണുമ്പോഴത്തേക്ക് എന്ത് വേണം, റോ എക്സ് ഇൻവേഴ്സ് വേണം എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. നമ്മളിവിടെ റോ എക്സിൻ്റെ ഡെഫിനിഷനാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് 1-2 പ്രോബ്ലംസ് നോക്കാം, അപ്പോഴത്തേക്കും കാര്യങ്ങൾ ക്ലിയർ ആവും. Given, compute the left regular representation of the group given by the group table. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഏതൊരു കോമ്പോസിഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഏതൊരു കോമ്പോസിഷനിൽ നമുക്ക് ഗ്രൂപ്പ് ടേബിൾ തന്നിരിക്കുന്ന ഇതാണ്. എലമെൻറ്റ്സ് ആർ ഇ എ ബി. ദെൻ ഗ്രൂപ്പ് ടേബിൾ ഉണ്ട്. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ കാണാനായിട്ടാണ്. അപ്പം ജിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, 3 എലമെൻറ്റ്സ്. ഇ എ ബി ആർ ദ എലമെൻറ്റ്സ്. ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ ഈസ് എ ഫംഗ്ഷൻ ഫൈ ഫ്രം ജി ടു എസ് ജി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് where lambda x is a function from G to G defined by lambda x of a equal to x എന്ന് വരും അല്ലേ. അപ്പം നമുക്ക് ജിയിൽ എത്ര എലമെൻറ്റ്സാണ് ഉള്ളത്, 3 എലമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏതൊക്കെ വരും? ഇ, എ, ബി. അപ്പം ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? ഫൈ ഓഫ് ഇ ഈക്വൽ ടു ലാംഡ ഇ വരും. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫൈ ഓഫ് എ ഈക്വൽ ടു എന്ത് വരും? ലാംഡ എ വരും. അതുപോലെ തന്നെ ഫൈ ഓഫ് ബി ഈക്വൽ ടു എന്ത് വരും? ലാംഡ ബി വരും. ദെൻ എലമെൻറ്റ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എലമെൻറ്റ്സ് കാണണമെങ്കിൽ ചെയ്യേണ്ടത് എക്സ് ഇൻറ്റു എ ചെയ്യണം അല്ലേ? എക്സ് ഇൻറ്റു എ ചെയ്യണം. ദെൻ നമ്മൾ ലാംഡ ഇ കാണുകയാണ്. എന്ത് ചെയ്യുക? ഓരോ എലമെൻറ്റുമായിട്ട് ഈ വെച്ചിട്ട് അല്ലേ ഇവിടുത്തെ എക്സും എയും കൂടെ ഓപ്പറേഷൻ ചെയ്യുക. അപ്പം ഇയും ഓരോ എലമെൻറ്റ്സ് തമ്മിൽ ഓപ്പറേഷൻ ചെയ്യണം അല്ലേ? ഇ ഇൻറ്റു ഇ എന്നാ വരും? ഇ വരും. ഇ ഇൻറ്റു എ എന്നാ വരുന്നത് നോക്കി? ഇ ഇൻറ്റു എ വരുന്നത് ദറ്റ് ഈസ് എ ഇറ്റ് സെൽഫ് ഐഡൻറ്റിറ്റി എലമെൻ്റ് അല്ലേ? ദെൻ ഇ ഇൻറ്റു ബി എന്ത് വരും? ബി വരും. അടുത്തത് ലാംഡ ബി കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും? ലാംഡ എ കൺസിഡർ ചെയ്യുമ്പം എ കൊണ്ട് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുക ഓരോ എലമെൻറ്റിൻ്റെയും. എ ഇൻറ്റു ഇ എന്ത് വരും? എ ഇൻറ്റു ഇ ദറ്റ് ഈസ് എ തന്നെ വരും. ദെൻ എ ഇൻറ്റു എ എന്ത് വരും? എ ഇൻറ്റു എ എന്താ വരുന്നത് നോക്കി? ടേബിളിൽ നിന്ന് ബി വരും അല്ലേ? എ ഇൻറ്റു എ ബി വരും. ദെൻ എ ഇൻറ്റു ബി എന്നാ വരും നോക്കി? എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഇ ആണ് വരുന്നത്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ലാംഡ ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ലാംഡ ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ബി ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ അല്ലേ? ഓരോ എലമെൻറ്റ്സിനോടും ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ബി ഇൻറ്റു ഇ എന്നാ വരുന്നത്? ദറ്റ് ഈസ് ബി തന്നെ വരും. ദെൻ അടുത്തത് ബി ഇൻറ്റു എ എന്നാ വരും? ബി ഇൻറ്റു എ എന്ന് പറയുന്നത് ഇ വരും. ദെൻ ബി ഇൻറ്റു ബി വരുന്നത് എന്ത് വരും? എ വരും. ഓക്കെ, അപ്പം നമ്മുടെ ടേബിളിൽ നിന്നാണ് നമ്മൾ ഈ ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ എഴുതുന്നത്. ക്ലിയർ ആണോ? ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് എഗെയിൻ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? എഗെയിൻ എ ഗ്രൂപ്പ് ടേബിൾ നമുക്ക് അവിടെ, അതായത് ഇറ്റ് എഗെയിൻ ഫോംസ് എ ഗ്രൂപ്പാണ്. അതായത് നമ്മുടെ ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻസ് എല്ലാം കൂടെ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് എ ഗ്രൂപ്പ്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രൂപ്പ് ടേബിൾ നമുക്ക് എഴുതാം. ആക്ച്വലി ഈ ലാംഡ ഇ അല്ലെങ്കിൽ ലാംഡ എക്സ് എന്ന് പറഞ്ഞ് കിട്ടുന്നതെല്ലാം പെർമ്യൂട്ടേഷൻസ് ആണ് അല്ലേ? ഫൈ ഇസ് എ ഫങ്ഷൻ ഫ്രം ജി ടു എസ് ടി. അപ്പം ജിയിലെ എലമെൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് പെർമ്യൂട്ടേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒബിയസ്ലി വരുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം ഓരോ എലമെൻസും ലാംഡ ഇയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ലാംഡ ഇയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എലമെൻസ് തമ്മിൽ പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് ഗ്രൂപ്പ് ടേബിൾ എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് കമ്പ്യൂട്ട് ദ ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ക്ലെയിൻ ഫോർ ഗ്രൂപ്പ്. ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. നമ്മൾ ക്ലെയിൻ ഫോർ ഗ്രൂപ്പിനെ ഡിനോട്ട് ചെയ്യുന്നത് വി വെച്ചിട്ടാണ്. വി ഈക്വൽ ടു ദെയർ ആർ 4 എലമെൻറ്റ്സ് ഇ എ ബി സി. ദെൻ എങ്ങനെ എഴുതും ഓപ്പറേഷൻ വരുന്നത്? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സെയിം എലമെൻറ്റ് തന്നെ കിട്ടും. ദെൻ രണ്ട് നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ് തമ്മിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്താ? ദ റിമൈനിങ് നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞതായിരുന്നു, നേരത്തെ ചെയ്തതാണ്. അപ്പം നോക്കി ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. ആദ്യം ഞാൻ കോമ്പോസിഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. ദെൻ ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റ് സെയിം ആയിട്ട് വരും. ദെൻ എ ഇൻറ്റു ഇ എ വരും. എ ഇൻറ്റു എ എന്ത് വരും? ദറ്റ് ഈസ് ഇ. സെയിം എലമെൻറ്റ്സ് തമ്മിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് വരിക. ദെൻ എ ഇൻറ്റു ബി എന്ത് വരും? ദ റിമൈനിങ് നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ദറ്റ് ഈസ് സി. ദെൻ എ ഇൻറ്റു സി എന്ന് വരും? ബി വരും. ദെൻ അതുപോലെ തന്നെ ബി ഇ എന്ത് വരും? ബി വരും. ബി ഇൻറ്റു എ എന്ത് വരും? ദറ്റ് ഈസ് ദ റിമൈനിങ് നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ദറ്റ് ഈസ് സി. അതുപോലെ ബിയും ചെയ്യുമ്പോൾ ഇ വരും, ബിയും സിയും ചെയ്യുമ്പോൾ എ വരും. അപ്പോൾ നമ്മൾ കോമ്പോസിഷൻ ടേബിൾ എഴുതി. ഇനി നമ്മൾ ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ എഴുതാൻ പോവുകയാണ്. ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ ഓഫ് ജി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ ഫൈ ഫ്രം ജി ടു എസ് ടി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി. എന്ത് വരും? ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്, വെയർ ലാംഡ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ജി ടു ജി ഡിഫൈൻഡ് ബൈ ലാംഡ എക്സ് ഓഫ് എ ഈക്വൽ ടു എക്സ് ഐ. ദെൻ നമുക്ക് ജിയിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? ഇ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് അല്ലേ? അപ്പം ഫൈ ഓഫ് ഇ എ ബി സി അല്ലേ? 4 കേസുകളാണ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏതൊക്കെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്? ലാംഡ ഇ, ലാംഡ എ, ലാംഡ ബി, ലാംഡ സി. ഓക്കെ, ദെൻ ദ എലമെൻറ്റ്സ് ഫോർ ദ ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ ഓഫ് വി ആർ, ഫസ്റ്റ് വൺ ഈസ് ലാംഡ ഇ അല്ലേ? ലാംഡ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ജിയിലെ എല്ലാ എലമെൻറ്റ്സിനോടും ഇ കൊണ്ട് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ ഇ ഇൻറ്റു ഇ ദറ്റ് ഈസ് ഇ. ഇ ഇൻറ്റു എ ഈസ് എ, ഇ ഇൻറ്റു ബി ഈസ് ബി, ഇ ഇൻറ്റു സി ഈസ് സി. അതുപോലെ തന്നെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻറ്റു ഇ എ വരും. എ ഇൻറ്റു എ എന്താ വരുന്നത്? എ സെയിം എലമെൻറ്റ്സ് തമ്മിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് വരും. എ ഇൻറ്റു ബി എന്ത് വരും? ദ റിമൈനിങ് നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ദാറ്റ് ഈസ് സി വരും. ദെൻ എ ഇൻറ്റു സി ബി വരും. ഇതേപോലെ നമുക്ക് ലാംഡ ബിയും ലാംഡ സിയും
എഴുതാം. ഓക്കെ, ദെൻ ഇങ്ങനെ എഴുതി കഴിയുമ്പം നമുക്ക് എന്ത് എഴുതാം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രൂപ്പ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നേരത്തെ ടേബിളുമായിട്ട്, അതായത് നേരത്തെ കോമ്പോസിഷൻ ടേബിളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ എല്ലാം ലെഫ്റ്റിൽ കൊണ്ടുവന്നൊരു ലാംഡ ഇൻസേർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഡിഫറൻസേ വരുന്നുള്ളൂ കേട്ടോ. നോക്കി ഉണ്ടോ? ടേബിൾ നോക്കുക, നമുക്ക് തന്നിരുന്ന ടേബിളുമായിട്ട് കോമ്പോസിഷൻ ടേബിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ടേബിളിൽ ടേംസിലെല്ലാം നമ്മളൊരു ലാംഡയുടെ ടേം കൂടെ ആഡ് ചെയ്യുന്നെന്നുള്ളൊരു ഡിഫറൻസ് ആണ് വരുന്നത്. ഒന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. ലെഫ്റ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ ഏതോ വർഷം ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഈസ് ഹോമോമോർഫിസം. നമ്മുടെ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷനാണ്. ഹോമോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ ഫ്രം വൺ ഗ്രൂപ്പ് ടു അനദർ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഒരു മാപ്പിംഗ് കൺസിഡർ ചെയ്യാണ് ഫൈ ഫ്രം ജി ടു ജി ഡാഷ്. ജിയും ജി ഡാഷും രണ്ട് ഗ്രൂപ്പുകളാണ്. ദെൻ ഫൈയെ ഹോമോമോർഫിസം എന്ന് വിളിക്കണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്: എ മാപ്പ് phi of a group G into a group G dash is a homomorphism if the map phi satisfies the homomorphism property phi of AB equal to phi of A into phi of B. അതായത് എയും ബിയും എവിടുത്തെ എലമെൻസാണ്? ജിയിലെ എലമെൻസ് ആണ് അല്ലേ. ദെൻ ജിയിലെ എലമെൻസിന് ഓപ്പറേഷൻ ചെയ്തു, ദെൻ ഫൈ അപ്ലൈ ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി. അതായത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജിയിലെ ഏത് ഓപ്പറേഷനാണോ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ അഡീഷൻ ആയിരിക്കും, എ പ്ലസ് ബി ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, ചിലപ്പോൾ എ ഇൻറ്റു ബി ആയിരിക്കും ചെയ്യുന്നത്. ദെൻ ആ കിട്ടുന്ന എലമെൻറ്റിൻ്റെ ഇമേജ് എടുക്കുന്നു. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി. ഇവിടെ അഡീഷൻ ആണോ ഓപ്പറേഷൻ എങ്കിൽ, ജി ഡാഷിലെ ഓപ്പറേഷൻ അഡീഷൻ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി എന്ന് വരും. ദെൻ അവിടെ ഒരു കണ്ടീഷൻ പറയുന്ന ഇതാണ്: ഇഫ് ജി സ്റ്റാർ, ജിയിലെ ഓപ്പറേഷൻ സ്റ്റാറും ജി ഡാഷിലെ സ്റ്റാർ ഓപ്പറേഷനെ ഞാൻ കോമ്പോസിഷനുമായിട്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് നൊട്ടേഷൻസ്, നമ്മൾ ബൈനറി കോമ്പോസിഷന് പല നൊട്ടേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, രണ്ട് നൊട്ടേഷൻസ് യൂസ് ചെയ്തു. ആ ടു ഗ്രൂപ്പ്സ്, ദെൻ ഫൈ ഈസ് എ ഫംഗ്ഷൻ ഫ്രം ജി ടു ജി ഡാഷ് ഈസ് കോൾഡ് എ ഹോമോമോർഫിസം ഇഫ് ഫൈ ഓഫ് എക്സ് സ്റ്റാർ വൈ. അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ജിയിലെ ഓപ്പറേഷനാണ്, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ജി ഡാഷിലെ ഓപ്പറേഷനാണ്. ഓക്കെ, ദെൻ നമ്മളൊരു എക്സാമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ കോമ്പോസിഷൻ, ജിയിലെ കോമ്പോസിഷൻ അഡീഷൻ, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്ന ഓപ്പറേഷൻസ് ഇല്ലേ, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. കോമ്പോസിഷൻ ഇൻ ജി പ്ലസ് ആണ്, ജി ഡാഷിലേതും പ്ലസ് ആണെങ്കിൽ എന്ത് വരും? ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈ എക്സ് പ്ലസ് ഫൈ വൈ. ഇവിടെ അഡീഷനും ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ആണെങ്കിൽ ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ വരണം. അതുപോലെ ജിയിലെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്ത് വരും? ഫൈ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു, ഇവിടെ പ്ലസ്സും ആണെങ്കിൽ ഫൈ ഓഫ് എക്സ് പ്ലസ് ഫൈ ഓഫ് വൈ വരും. അതുപോലെ രണ്ടിടത്തും മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നതെങ്കിൽ ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ എന്ന് വരും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ ക്ലിയർ ആവും കുറച്ചുകൂടെ. ദെൻ ഫസ്റ്റ് എക്സാമ്പിൾ, ലെറ്റ് ജി ബി ദ അഡിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഇൻറ്റീജേഴ്സ്. ജി എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് ആണ് വിത്ത് അഡീഷൻ. ദെൻ ജി ഡാഷ് എന്ന് പറയുന്നത് അഡിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഈവൻ ഇൻറ്റീജേഴ്സ് ആണ്. രണ്ടിടത്തും ഓപ്പറേഷൻ എന്ന് പറയുന്ന അഡീഷനാണ്. ദെൻ ഡിഫൈൻ ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ബൈ ഫൈ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ്: ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 2x ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി. ദെൻ ഫൈ ഹോമോമോർഫിസ് ആണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഫൈ ഹോമോമോർഫിസ് ആണെന്നാണ് പറയുന്നത്. കാരണം ഇതാണ്: ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 2x അല്ലേ. അപ്പോൾ ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 2x പ്ലസ് വൈ എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു നമ്മുടെ യൂഷ്വൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2x പ്ലസ് 2y എന്ന് എഴുതാം അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഫൈ ഓഫ് എക്സ് എന്താ? ദാറ്റ് ഈസ് 2x. ഫൈ ഓഫ് വൈ എന്താ? 2y. Therefore ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് പ്ലസ് ഫൈ ഓഫ് വൈ. Therefore ഫൈ ഈസ് എ ഹോമോമോർഫിസം. ക്ലിയർ ആണോ? ഇവിടെ രണ്ടിടത്തും ജിയിലും ജി ഡാഷിലും ഓപ്പറേഷൻ ഏതായിരുന്നു? അഡീഷൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ലെറ്റ് ജി ബി എ അഡിറ്റീവ് ഗ്രൂപ്പ് ഓഫ് റിയൽ നമ്പേഴ്സ്. ജിയിലെ ഓപ്പറേഷൻ അഡീഷനാണ്. ജി ഡാഷ് ബി ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ജി ഡാഷിൽ മൾട്ടിപ്ലിക്കേഷനാണ് ഓപ്പറേഷൻ, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. ദെൻ ഡിഫൈൻ എ ഫംഗ്ഷൻ ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ബൈ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഫൈ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്ന ഇ റേസ് ടു എക്സ് എന്നാണെങ്കിൽ ഫൈ ഹോമോമോർഫിസം ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ എന്ത് വരും? ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് അല്ലേ. അപ്പോൾ ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇ റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം അല്ലേ. ദെൻ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ എക്സ് റേസ് ടു എം പ്ലസ് എൻ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് എഴുതാം അല്ലേ. സെയിം പ്രോപ്പർട്ടി. ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ അല്ലേ. ഫൈ ഓഫ് എക്സ് എന്താ വരുന്നത്?
Phi of x is e raised to x, phi of y is e raised to y. അപ്പോൾ ഇതിന് e raised to x into e raised to y, phi of x into phi of y എന്ന് എഴുതാലോ. ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ അഡീഷനും സെക്കൻഡ് ഗ്രൂപ്പിൽ മൾട്ടിപ്ലിക്കേഷനും ആയിരുന്നു ഓപ്പറേഷൻ. സാറ്റിസ്ഫൈ ചെയ്തില്ലേ? അപ്പം therefore phi is a homomorphism. Okay, then അടുത്ത എക്സാമ്പിൾ, ലെറ്റ് G be a multiplicative group of non-zero real numbers and G dash be the additive group of real numbers. G എന്ന് പറയുന്നത് non-zero real numbers under multiplicationും G dash എന്ന് പറയുന്നത് set of real numbers under additionുമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെറ്റ് വരുന്നത് മൾട്ടിപ്ലിക്കേഷനും സെക്കൻഡ് സെറ്റ് വരുന്നത് അഡീഷനുമാണ്. അപ്പം ഫൈ ഡിഫൈൻ ചെയ്യാണ് ഫ്രം G to G dash ബൈ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് ഇ, നാച്ചുറൽ ലോഗ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഫൈ ഹോമോമോർഫിസം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിലെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ. അപ്പോൾ എന്ത് വരും? ഫൈ ഓഫ് എക്സ് ഇൻറ്റു വൈ, ദാറ്റ്സ് ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ ദിസ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് വൈ വരും അല്ലേ. ലോഗ് എക്സ് വൈ ഈക്വൽ ടു, ലോഗിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ എന്ന് എഴുതാലോ. ദാറ്റ്സ് ഈക്വൽ ടു, വട്ട് ഈസ് ഫൈ ഓഫ് എക്സ്? ഫൈ ഓഫ് എക്സ് ഇസ് ആക്ച്വലി ലോഗ് എക്സ്, ദെൻ ഫൈ ഓഫ് വൈ ഈസ് ലോഗ് വൈ. അപ്പം ഇവിടെ എന്ത് വന്നു? അഡീഷൻ അല്ലേ. സെക്കൻഡ് ഗ്രൂപ്പിലെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ആയിരുന്നില്ലേ. ദെൻ ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് പ്ലസ് ഫൈ ഓഫ് വൈ, ദെർഫോർ ഫൈ ഈസ് എ ഹോമോമോർഫിസം. ക്ലിയർ ആണോ? ദെൻ അടുത്തത്, ലെറ്റ് G be the multiplicative group of n by n non-singular matrices. അപ്പം G എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പാണ് മെട്രീസസിൻ്റെ. n by n ഓർഡറുള്ള നോൺ സിംഗുലർ ആയിട്ടുള്ള മെട്രീസസ് ആണ്. ആ മെട്രീസിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം GLNR. GLNR എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് the group of multiplicative group of n by n non-singular matrices on real numbers എന്നാണ്. the elements are real numbers എന്നുള്ളതാണ് ഈ ആറിൻ്റെ മീനിങ് കേട്ടോ. ദെൻ ജിയിൽ നിന്ന് ജി ഡാഷിലേക്ക് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ജി ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് n by n non-singular matrices ആൻഡ് ജി ഡാഷ് ബി ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പം മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പാണ് രണ്ടും അല്ലേ. അപ്പം രണ്ടിടത്ത് മൾട്ടിപ്ലിക്കേഷനാണ്. ദെൻ ഫൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഫൈ ഈസ് എ ഫംഗ്ഷൻ ഫ്രം G to G dash ബൈ ഫൈ ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ നേരത്തെ പോലെ തന്നെ രണ്ടിടത്തും മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഓപ്പറേഷൻ വരുന്നത്. ഫൈ ഓഫ് എ ബി കാണുകയാണ്. ഫൈ ഓഫ് എ ബി എന്ത് വരും? ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി. ഡിറ്റർമിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്തറിയാം? ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ബി എന്ന് എഴുതാമല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി. ദെർഫോർ ഫൈ ഈസ് എ ഹോമോമോർഫിസം. രണ്ടിടത്ത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ ഹോമോമോർഫിസത്തിന്? ദെൻ നെക്സ്റ്റ് നമ്മളൊരു ട്രിവിയൽ ഹോമോമോർഫിസം എന്താണെന്നോട് പറയാണ്. ഫോർ എനി ടു ഗ്രൂപ്പ്സ്, ഏതോ രണ്ട് ഗ്രൂപ്പ്സാണ് ജിയും ജി ഡാഷും, ദർ ഈസ് ഓൾവേസ് അറ്റ്ലീസ്റ്റ് വൺ ഹോമോമോർഫിസം. അവിടെ എപ്പോഴും രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ എപ്പോഴും അറ്റ്ലീസ്റ്റ് വൺ ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യും. ഫൈ ഫ്രം ജി ടു ജി ഡാഷ്, നെയിംലി ദ ട്രിവിയൽ ഹോമോമോർഫിസം ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് എ ഈക്വൽ ടു ഇ ഡാഷ് ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി. അതായത് ജിയിലെ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് എന്തായിട്ട് ഡിഫൈൻ ചെയ്യണം? ഇ ഡാഷ് ആയിട്ട്. വാട്ട് ഈസ് ഇ ഡാഷ്? ഇ ഡാഷ് ഇസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ജി ഡാഷ്. അങ്ങനെയാണെങ്കിൽ ഫോർ എനി എ ബി ബിലോങ്സ് ടു ജി, ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ബി ഈക്വൽ ടു എന്ത് വരും? എയുടെയും ബിയുടെയും ഇമേജസ് എന്ത് തന്നെയാണ്? ഇ ഡാഷ് തന്നെയാണ്. ദെൻ ഫൈ ഓഫ് എ ബി കാണുകയാണ്. ഫൈ ഓഫ് എ ബി ഈക്വൽ ടു എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു ഇ ഡാഷ്. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു ഇ ഡാഷ് എന്ന് എഴുതാലോ. ഏത് ഓപ്പറേഷൻ ആണെങ്കിലും അഡീഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇ ഡാഷ് ഇൻറ്റു ഇ ഡാഷ് എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്ന് എഴുതാമല്ലേ. അപ്പോൾ ഫൈ ഓഫ് എ ബി ഈക്വൽ ടു വി ഗെറ്റ് ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി. ദെർഫോർ ഫൈ ഈസ് എ ഹോമോമോർഫിസം. അപ്പം ഫൈ ഓഫ് എ ഈക്വൽ ടു ഇ ഡാഷ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന അല്ലെങ്കിൽ ഹോമോമോർഫിസത്തെ വിളിക്കുന്ന പേരാണ് ട്രിവിയൽ ഹോമോമോർഫിസം. ഓക്കെ, ദെൻ അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അപ്പം ലെറ്റ് ഫൈ ഇസ് എ ഫംഗ്ഷൻ ഫ്രം ജി ടു ജി ഡാഷ് ബി എ ഹോമോമോർഫിസം. ജിയിൽ നിന്ന് ജി ഡാഷിലേക്ക് ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഓൺ ടു ആണെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫംഗ്ഷൻ ഓൺ ടു ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇഫ് ജി ഈസ് എബിലിയൻ ദെൻ ജി ഡാഷ് ഈസ് ഓൾസോ എബിലിയൻ. അതായത് ജിയിൽ നിന്ന് ജി ഡാഷിലേക്ക് ഒരു ഹോമോമോർഫിസം ഉണ്ട്. ദെൻ ജി എബിലിയൻ ആണെങ്കിൽ ജി ഡാഷ് എബിലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ജി ഡാഷിൽ രണ്ട് എലമെൻറ്റ്സ് എടുത്തു, എ ഡാഷും ബി ഡാഷും എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ജി ഡാഷ് എബിലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു ബി ഡാഷ് ഡി എ ഡാഷ് എന്നല്ലേ എഴുതേണ്ടത്. ഓക്കെ, ദെൻ ഫൈ ഈസ് എ ഫംഗ്ഷൻ ഫ്രം ജി ടു ജി ഡാഷ് ആണ്, ഈസ് ഓൺ ടു ആണ് അല്ലേ. അപ്പോൾ ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്?
Phi is a function from G to G dash ആണ്. Phi on to എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇതാണ്. G ഡാഷിൽ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ടാവും. എവിടെ? ജിയിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. അപ്പം ഇവിടെ കണ്ടീഷൻ ഇതാണ്, there exists AB belongs to G such that phi of A equal to A dash. അതായത് A ഡാഷിൻ്റെ പ്രീ ഇമേജ് ആണ് A, അതുപോലെ തന്നെ B ഡാഷിൻ്റെ പ്രീ ഇമേജ് ആണ് B. ഓക്കെ, സിൻസ് G is abelian, G abelian ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എ ബി ഈക്വൽ ടു ബി എന്ന് എഴുതാമല്ലോ. നൗ എ ഡാഷ് ബി ഡാഷ് കൺസിഡർ ചെയ്യണേ. വാട്ട് ഈസ് എ ഡാഷ്? എ ഡാഷ് ഈസ് phi of A, then phi of B. That's equal to phi homomorphism എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. That's equal to നമുക്ക് എന്ത് എഴുതാം? phi of A B എന്ന് എഴുതാം അല്ലേ? ഹോമോമോർഫിസം ആയതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടീഷൻ എഴുതുന്നത് കേട്ടോ. phi of A into phi of B equal to phi of A B എന്ന് എഴുതുന്നത്. That's equal to നമുക്ക് എന്ത് എഴുതാം? phi of B എന്ന് എഴുതാം. കാരണം A B equal to B ആണ്. Since G is abelian, then that's equal to നമുക്ക് എന്ത് എഴുതാം? phi of B into phi of A. Again നമ്മുടെ ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? phi of B is B dash and phi of A is A dash. Therefore G dash is abelian. ഓക്കെ, അപ്പം രണ്ട് ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ടെങ്കിൽ ജിയിൽ നിന്ന് ജി ഡാഷിലേക്ക് ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓൾസോ ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു ആണെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇഫ് ജി ഈസ് എബിലിയൻ ദെൻ ജി ഡാഷ് ഈസ് ഓൾസോ എബിലിയൻ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ലെറ്റ് ജി ബി ദ അഡിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഇൻറ്റീജേഴ്സ്. ജി എന്ന് പറയുന്നത് അഡിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്. അതിൽ ജി ഡാഷിൽ രണ്ട് എലമെൻറ്റ്സാണ്, 1 ഉം -1. ബി ദ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഡിഫൈൻ 5 ഫ്രം ജി ടു ജി ഡാഷ് ബൈ, ഇവിടെ ഒരു ആരെയും കൂടെ ഉണ്ട്, 5 ഫ്രം ജി ടു ജി ഡാഷ് ബൈ phi of x ഈക്വൽ ടു 1. എക്സ് ഈവൻ ആവുകയാണെങ്കിൽ ഫൈയുടെ ഇമേജ് എന്ന് പറയുന്നത് 1 ഉം എക്സ് ഓഡ് ആവുകയാണെങ്കിൽ -1 ആണ്. പ്രൂവ് ദാറ്റ് phi ഈസ് എ ഹോമോമോർഫിസം. ഓക്കെ, അപ്പം ജി എന്ന് പറയുന്നത് അഡിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ ജിയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് ആണ്, ഓപ്പറേഷൻ വരുന്നത് അഡീഷനാണ്. ജി ഡാഷിൽ രണ്ട് എലമെൻറ്റ്സേ ഉള്ളൂ, 1 ഉം -1 ഉം. അവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. ദെൻ ഫൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഈവൻ ആണെങ്കിൽ ഫൈയുടെ ഇമേജ് എക്സിൻ്റെ ഇമേജ് 1 ആയിരിക്കും, എക്സ് ഓഡ് ആണെങ്കിൽ ഇമേജ് -1 ആയിരിക്കും. അപ്പം നമുക്ക് ഫൈ ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഫൈ ഓഫ്, നോക്കി ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷനും സെക്കൻഡിൽ മൾട്ടിപ്ലിക്കേഷനും അല്ലേ. അപ്പം phi of x plus y ഈക്വൽ ടു phi of x into phi of y എന്നല്ല പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ കേസായിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ ബോത്ത് എക്സ് ആൻഡ് വൈ ആർ ഈവൻ, എക്സും വൈ ഈവൻ ആയിട്ട് ചൂസ് ചെയ്യാണ്. എക്സും വൈ ഈവൻ ആണെങ്കിൽ phi of x എന്ത് വരും? 1 വരും. phi of y എന്ന് വരും? 1 വരും. എക്സും വൈ ഈവൻ ആണെങ്കിൽ വാട്ട് അബൌട്ട് എക്സ് പ്ലസ് വൈ? എക്സ് പ്ലസ് വൈ ഈസ് ഓൾസോ ഈവൻ. ദെയർഫോർ phi of x plus y ഈക്വൽ ടു 1 ഈക്വൽ ടു അല്ലേ, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഈവൻ ആയതുകൊണ്ട് phi of x plus y എന്ത് വരും? 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു 1 into 1 എന്ന് എഴുതാലോ. ദാറ്റ്സ് ഈക്വൽ ടു phi of x into phi of y അല്ലേ. ജിയിലെ ഓപ്പറേഷൻ അഡീഷനും ജി ഡാഷിലെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനുമാണ്. ദെയർഫോർ phi പ്രിസർവ്സ് ദ കോമ്പോസിഷൻ. അങ്ങനെ ഓരോ കേസായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോയെന്ന്. അടുത്ത കേസിൽ ഏതാ? എക്സ് ഈവനും വൈ ഓടും ആയിട്ട് എടുത്തേ. എക്സ് ഈവൻ ആണെങ്കിൽ phi of x എന്ത് വരും? 1 വരും. phi of y ഓഡ് ആയതുകൊണ്ട് phi of y ഈക്വൽ ടു 1 -1 വരും. സിൻസ് എക്സ് ഈസ് ഈവൻ ആൻഡ് വൈ ഈസ് ഓഡ്, ഒരു ഈവൻ നമ്പറും ഓഡ് നമ്പറോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒബിയസ്ലി വരാൻ പോകുന്നത് എന്താ? ഇറ്റ് ഈസ് അഗെയിൻ ആൻ ഓഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഓഡ് ആണെങ്കിൽ phi of x plus y എന്ത് വരും? ദറ്റ് ഈസ് -1 വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ -1 എനിക്ക് 1 into -1 എന്ന് എഴുതാലോ. ദെൻ phi of x വാല്യൂ എന്താ? 1 ആണ് അല്ലേ. phi of yയുടെ വാല്യൂ എന്താ? -1 ആണ്. അപ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് phi of x into phi of y. ഓക്കെ, അപ്പം സെക്കൻഡ് കേസിലും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അടുത്ത തേർഡ് കേസിലേക്കാണ് എക്സ് ഈസ് ഓഡ്. ഇവിടെ ആദ്യമേ നമ്മളെടുത്ത് 2 ഈവൻ ആയിട്ട് എടുത്തു. ദെൻ എക്സ് ഈവനും വൈ ഓടും ആയിട്ട് എടുത്തു. ഇനി തിരിച്ച് എക്സ് ഓടും വൈ ഈവനും ആയിട്ട് എടുക്കുകയാണ്. എക്സ് ഓടാണെങ്കിൽ phi of x എന്ത് വരും? -1 വരും. phi of y എന്ത് വരും? 1 വരും. ദെൻ എക്സ് ഓടും വൈ ഈവനും ആയതുകൊണ്ട് എക്സ് പ്ലസ് വൈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓടായിട്ട് വരും അല്ലേ. അപ്പോൾ phi of x plus y ഈക്വൽ ടു -1. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? -1 into 1 എന്ന് എഴുതാലോ. Then that's equal to phi of x into phi of y. Therefore 5 preserves the composition. ദെൻ അടുത്ത കേസിൽ എന്ത് ചെയ്യുക? രണ്ടും ഓഡാണെന്ന് ചൂസ് ചെയ്യുക അല്ലേ. ബോത്ത് എക്സ് ആൻഡ് വൈ ആർ ഓഡ്. ദെൻ phi of x phi of y എന്ത് വരും? -1 വരും. എക്സും വൈയും ഓഡ് ആയതുകൊണ്ട് രണ്ട് നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താ? ഇറ്റ് ഈസ് എ ഈവൻ നമ്പർ. അപ്പോൾ phi of x plus y എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു -1 into -1. ദാറ്റ്സ് ഈക്വൽ ടു phi of x into phi of y എന്ന് എഴുതാം അല്ലേ. ദെൻ therefore 5 preserves composition in all the cases. Hence phi is a homomorphism. phi എല്ലാ കേസിലും
ഹോമോമോർഫിസത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഫൈ ഈസ് എ ഹോമോമോർഫിസം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എ ഡെഫിനിഷൻ പറയുന്നത് ഇതാണ്. ഫൈ എന്ന് പറയുന്നത് ഈസ് എ മാപ്പിംഗ് ഫ്രം എക്സ് ടു ദ സെറ്റ് എക്സ് ഇൻ ടു എ സെറ്റ് വൈ. ഫൈ എന്ന് പറയുന്നത് മാപ്പിംഗ് ഫ്രം എക്സ് ടു വൈ ആണ്. ആൻഡ് വി കൺസിഡർ എ സബ്സെറ്റ്